നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുമെന്നും 9 മണിയോടെ ആദ്യ ഫലസൂചന ലഭിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായിട്ടായിരുന്നു സന്ദർശനം. 8 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നത്. 8:30 EVMസിൻ്റെ വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. ഞങ്ങൾ സംബന്ധിച്ചുള്ള നമ്മുടെ ഒബ്സർവേഷൻ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ട്രെൻഡ്. കാരണം 72% ആണ് നമ്മുടെ ടേൺ ഔട്ട്. നാളെ പോസ്റ്റൽ ബാലറ്റ്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് ടേൺ ഔട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഏകദേശം 2 ലക്ഷം പോസ്റ്റൽ ബാലറ്റ്സ് ഉണ്ട്. സോ 72% കൗണ്ട് വോട്ടിംഗ് ടേൺ ഔട്ട് ഇതാണ് ഒരു പുതിയ ട്രെൻഡ്. ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കുന്നുണ്ട്. പ്ലസ് യങ് വോട്ടേഴ്സ് 18 to 30, 18 മുതൽ 30 വയസ്സ് വരെ അവർ ഒത്തിരി ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു പോസിറ്റീവ് ട്രെൻഡ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കേരളം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിന്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? രജനി, ഇനി മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത് വോട്ടെണ്ണലിന് വേണ്ടി. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഇത്തരത്തിൽ മാർ ഇവാനിയോസ് ക്യാമ്പസിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തി മുന്നൊരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കളക്ടർ ജെറോമിക് ജോർജുമായി എത്തിയാണ് ഈ മാർ ഇവാനിയോസ് ക്യാമ്പസിൽ അദ്ദേഹം റിവ്യൂ നടത്തിയത്. കുറ്റമറ്റ രീതിയിൽ കൗണ്ടിംഗ് നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വടകരയിൽ ഉൾപ്പെടെ പ്രശ്നമുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. EVM വോട്ട് സുതാര്യമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ 3 തവണ പരിശീലനം നൽകിയിട്ടുണ്ട് വോട്ട് എണ്ണുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അതിൽ പിഴവുണ്ടാകാൻ സാധ്യതയില്ല. പിന്നീട് റിയൽ ടൈം ഡേറ്റ അപ്പോഴുള്ള വിവരങ്ങൾ മീഡിയ റൂമുകൾ വഴി ലഭ്യമാക്കും എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 5:30 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ഈ മാർ ഇവാനിയോസ് ക്യാമ്പസിൽ എണ്ണുക. 16 കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും സജ്ജമായിട്ടുണ്ട്. ഈ സ്ട്രോങ് റൂമിൽ ഇതുവരെയും സുരക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ആ ഒരു വോട്ടെണ്ണൽ ഫലം അറിയുന്നതിന് വേണ്ടി വോട്ട് 8 മണിയോടുകൂടി എണ്ണു. 9 മണിക്ക് ആദ്യ ഫലസൂചനകൾ ലഭിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം. ആര് വാഴും വീഴും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി അറിയാൻ കഴിയും. ഏതായാലും മുന്നണികളൊക്കെ വളരെ ആകാംക്ഷയിലാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ മാർ ഇവാനിയോസ് ക്യാമ്പസിലെത്തി റിവ്യൂ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. രശ്മി, ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞ മറ്റൊരു കാര്യം ഈ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായ ഒരു മണ്ഡലം കൂടെയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ പ്രത്യേക സേനയൊക്കെ തന്നെ അവിടെ പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കാര്യം കൂടെ എടുത്തു പറയുകയുണ്ടായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വടകരയിലെ കാര്യം അദ്ദേഹം ഈ റിവ്യൂ നടത്തിയതിനു ശേഷം എടുത്ത് പറയുകയുണ്ടായി. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത്. വടകരയിൽ ഉൾപ്പെടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതും പ്രശ്നബാധിതമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ എത്തിയാണ് ഇവിടെ 16 സെന്ററുകളാണുള്ളത്. അവിടങ്ങളിലെല്ലാം എത്തി എല്ലാ ക്രമീകരണങ്ങളും ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്ത് വിലയിരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇവിടെ നിന്നും മടങ്ങിയത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പുതിയ ആപ്പ് അതേ സമയം തന്നെ, അതായത് വോട്ട് എണ്ണുന്ന സമയം തന്നെ വിവരങ്ങൾ മീഡിയ റൂമിലേക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. രജനി, എന്തായാലും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ് കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. 9 മണിയോടുകൂടി തന്നെ ആദ്യ ഫലസൂചന ലഭിക്കുമെന്നുമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞിരിക്കുന്നത്.
എല്ലാ ബൂത്തുകളിലും എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സഞ്ജയ് കൗൾ.